ചൂടാ. അയ്യോ, ഇവിടെ ഇരിക്കരുതേ. പിന്നെ എവിടെ ഇരിക്കും? 10 മണി തൊട്ടൂടെ വണ്ടിയും കാത്ത് നിൽക്കുക. ഇതുവരെ ഒരു വണ്ടിയും വന്നില്ല. നിങ്ങൾ എന്റെ കാല് കളിച്ചു. സുഹൃത്തെ, ഞങ്ങളൊരു പരിപാടി നടത്താൻ പോവാം. എന്തൊരു പരിപാടി? നിങ്ങൾ അങ്ങോട്ടാണ് മാറ്റാണത്. ഞങ്ങളൊരു നാടകം നടത്താൻ പോവാം. എന്തൊരു നാടകം? ഇത് പബ്ലിക് സ്ഥലമാണ്. നിനക്കൊക്കെ കൊക്കാൻ വെച്ച് കാണിക്കാനുള്ള സ്ഥലമല്ല. അല്ല, അതെ, ആരെങ്കിലും ഒന്നിലോട്ട് അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കി തരാമോ? ഞാൻ മാറിയിട്ട് നിങ്ങൾ നാടകം കാച്ചണ്ട. എഴുന്നേക്കണോ? എഴുന്നേക്കുന്നില്ലെങ്കിലും താൻ പറയുന്നത് കേൾക്ക്. എഴുന്നേക്കണോ? വരട്ടല്ലേ? താൻ നന്നായി കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്റെ കയ്യിൽ കാശുകൊണ്ടാ. എഴുന്നേക്കടാ. ഓ പിന്നെ നീ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നിങ്ങളല്ല പറഞ്ഞു എഴുന്നേക്കാൻ. ഓ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സാർ. ആ ഇവനൊക്കെ വണ്ടിയെ ചുമന്ന കൊഴിയും കെട്ടി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നീയൊക്കെ കോപ്രായം കാണിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വന്നതാണെന്ന്. സ്ഥലമില്ല. എന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് കൊച്ചേട്ടൻ പറയാതെ ഞാനൊന്നും പോകത്തില്ല. ആരാണ് നിന്റെ കൊച്ചേട്ടൻ? സുരേന്ദ്രൻ കൊച്ചാട്ടൻ. ഞങ്ങളുടെ ശാഖയിലെ കാര്യമാണ്. കേന്ദ്രത്തിൽ നല്ല പിടിയാ. ആ, മനസ്സിലായി. പരിപാടി അടപ്പാൻ നിന്നെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടതാണല്ലേ? ഓടാ ഇവിടെ. അത് ഇങ്ങോട്ട് വേടാ. നിങ്ങൾ പരിപാടി വഹിക്കേ. ഇങ്ങോട്ട് വേടാ. നാടകം തുടങ്ങാൻ ചെറിയൊരു തടസ്സം നേരിട്ടതിൽ ഖേദിക്കുകയാണ്. അതിപ്പോ സർവ്വസാധാരണമായ ഒരു കാര്യമാണല്ലോ. എവിടെ നല്ല കാര്യത്തിന് തുടക്കമിട്ടാലും ആ തടസ്സം ഉണ്ടാക്കാൻ കുറച്ചുപേര് കാണുമല്ലോ. എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങളുടെ കലാപരിപാടി ആരംഭിക്കുക. കാലത്തിന്റെ താരങ്ങളെ നിങ്ങൾ കൊളുത്തുന്ന പമ്പങ്ങളെ വന്നു പെരുവിപ്പെരുത്തുന്ന മുഖങ്ങളെ സാന്നിധ്യം കൊണ്ട് സദസ്സ് സമ്പന്നമാക്കിയ പ്രിയമിത്രങ്ങളെ, ഒരു കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഈ ഇടം ഞങ്ങൾ ഉപയോഗിക്കുന്നു. പത്തനംതിട്ട ജനകീയ കലാസമിതി ഒരുക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സംഗീതം രഘു മണലാടി, ആലാപനം സുരേഷ് ചെറിയനാട്, ദീപ. റെക്കോർഡിംഗ് ജയൻ പ്രസാദ്, ജയൻ ഡിജിറ്റൽ പുറക്കാട്. സഹസംവിധാനം അനിൽ ചെങ്ങന്നൂർ. രചനയും സംവിധാനവും രഘു പ്രസാദ്. പ്രിയപ്പെട്ടവരെ, പോയിപ്പോയ ഒരു ഗ്രാമീണ കലാരൂപം, പ്രേക്ഷകരിൽ ചിരിയും ചിന്തയും അത്ഭുതവും അനുഭവമാക്കിയ കല സൈക്കിൾ യജ്ഞം. ഗ്രാമങ്ങളിൽ തമ്പടിച്ച് 10 ദിവസങ്ങളോളം യജ്ഞക്കാരൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കഴിയുമ്പോൾ അകമ്പടിയായി റെക്കോർഡ് ഡാൻസും സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളും ഹാസ്യകലാ പ്രകടനവും മാജിക്കും നാടകവും സാഹസിക പരിപാടികളുമായി നാട്ടുകാർക്ക് രസം പകരുമ്പോൾ അവർ സംഭാവനയെ നൽകുന്ന നാണയത്തൊട്ടുകൾ ചേർത്തുവെച്ച് ഉപജീവനം നടത്തിയിരുന്ന കലാകാരന്മാർ നാടോടികളായി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിന്റെ ഓർമ്മപ്പെടുത്തലായി ഇവിടെ ഒരു സൈക്കിൾ യജ്ഞ പരിപാടി ആരംഭിക്കുന്നു. എന്നാൽ ഒരു പ്രത്യേകത
ഇവിടെ എത്തിയിരിക്കുന്ന സൈക്കിൾ എന്ന പാർട്ടി അങ്ങ് ഡൽഹിയിൽ നിന്നുള്ളവരാണ്. സന്ധ്യയുടെ പേര് സംഗീത പരിവേശ സൈക്യരത്ന കലാകേന്ദ്രം. സൈക്കിളിന്റെ കലാപരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും കിട്ടിയ കസേരയിൽ കസേരയോ കുറുസി നിനക്കെപ്പോഴും ആ പഴയ കസേരയുടെ ഓർമ്മയാ അല്ലേ? കസേര എന്ന് പറയുന്നത് വിധി, പിന്നെ എന്ത് പറയണം? സിംഹാസനം. സിംഹാസനം അല്ലടാ, സിംഹാസനം. സിംഹാസനത്തിൽ എല്ലാവരും ദിവംഗതരായാലും. ഓ പിന്നെയും തെറ്റിച്ച്, ദിഗന്ധതനല്ലടോ, ആസനസ്ഥനായാലും. അതിനാസനം എവിടെ? ദാ ഇവിടെ. ഇപ്പൊ കണ്ടത് സിംഹാസനത്തിനായി ആരംഭിച്ച അടി. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരിപാടി ആരംഭിക്കുന്നു, കരളയിക്കുന്ന പാട്ട്, കോരിത്തരിപ്പിക്കുന്ന ഡാൻസ്, ഇക്കിളിപ്പെടുത്തുന്ന പ്രണയരംഗങ്ങൾ, ഒട്ടിച്ചിരിപ്പിക്കുന്ന നാടകങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ. അതിന് സൈക്കിളുടെ പഞ്ചറൊട്ട് ചെയ്യാൻ കൊണ്ടുപോയി. സൈക്കിൾ പഞ്ചറായോ? സൈക്കിളിൽ നിന്ന് ഇങ്ങനെ യത്നക്കാരനാ പഞ്ചറായത്. പരിപാടി തുടങ്ങാൻ പോവാ. ആദ്യമായി ഞങ്ങളുടെ സൈക്കിൾ ഗുരുവായ സൈക്കിൾ ആശാന്റെ മരണക്കിണറിലൂടെയുള്ള അതിസാഹസികമായ സൈക്കിൾ പ്രകടനമാണ്. ആശാനെ കമോൺ, സംഗീതാശാനെ ഇവിടെ കമോൺ. ഇതെവിടെ പോയി? ആശാൻ പൂജയില, ചുറ്റും പൂജാരികളാ. ഇത് നല്ല കഥ. സംഗീതാശാനെ പൂജിക്കാൻ പൂജാരികളും അമ്പലങ്ങളെ പൂജിക്കാൻ സംഗീതാശാനും. അതുകൊണ്ട് അരങ്ങോഷിപ്പിക്കുന്ന അടുത്ത പരിപാടി തുടങ്ങാം. സംഗീ പരവേശ സൈക്കിളജ്ഞ കലാകേന്ദ്രത്തിലെ യുവസുന്ദരി നിർമ്മല സുധാരാമനും അമീർ സായും ചേർന്ന് അവതരിപ്പിക്കുന്ന റീക്ക ഡാൻസ്. ഞങ്ങൾ കടുത്ത സാമ്പത്തിക പരാധീനതയിലാണ്. ഞങ്ങളുടെ കഷ്ടപ്പാടിനെ പരിഗണിച്ച് ഉദാരമായ സംഭാവന നൽകി രക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവായി എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. സഹോദരനെ, ഈ സപ്താഹ സൈക്കിളജ്ഞ സംഘി ഗ്രൂപ്പിലെ കലാകാരൻ
മുരളീധരൻ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ പേര് സംഗീതയുടെ ഒരു കഥ പറയാം. രാജരാജസിംഹൻ ചോതിരാജാവെന്ന് രാജരാജ ഗോലപതി ചോതിരാജാവ് വീഴട്ടെ. ശരിക്കണം, വാഴട്ടെ. തെറ്റുരിയാകിയ പടന്മാരെ, നിങ്ങൾക്കുള്ള ശിക്ഷ നാം കൽപ്പിക്കുന്നു. എന്താണോ ശിക്ഷ? നമ്മുടെ ഗോശാലയിലെ ചാണക ടാങ്കിൽ ഇറങ്ങി നിൽക്കുക. അത്രയോ? അനുസരിക്കാമേ. നിന്നാൽ പോരാ, തല കുത്തി നിൽക്കണം. അയ്യോ, പോയിക്കൊള്ളൂ. മന്ത്രി, ഈ രാജ്യഭരണം എങ്ങനെ? പ്രജകൾക്ക് സുഖമാണോ? കൂടുതൽ സമയവും നാം വിദേശ രാജ്യങ്ങളിൽ പോകുന്നതുകൊണ്ട് ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തീരെ സമയം കിട്ടുന്നില്ല. രാജ്യം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഗ്യാസിന്റെയും പെട്രോളിന്റെയും വില അടിക്കടി കൂട്ടുകയല്ലേ. രാജ്യത്തെ ആദ്യത്തെ മഹാരാജാവാണെന്നറിയാമോ? ആരാ? ജവഹർ മഹാരാജാവ്. അദ്ദേഹം കൊണ്ടുവന്ന സ്ഥാപനങ്ങളൊക്കെ അന്ന് വിറ്റുതുലച്ചു എന്നൊരു പരാതി പരക്കെയുണ്ട്. അത് നമ്മളായി തുടങ്ങിവെച്ചതല്ലോ. മൻമോഹൻ രാജാവിന്റെ കാലത്ത് തുടങ്ങിവെച്ചതല്ലേ. അദാനിയും അംബാനിയും നമുക്ക് പിളക്കാൻ പറ്റുമോ? എല്ലാം വിറ്റു തുലച്ചില്ലേ? വേണ്ടി വന്നാൽ ഈ ഊടുതുണി പോലും നാം വെക്കും. ആരാണ് ചോദിക്കാൻ? ചോദിക്കാൻ ആളുണ്ട് മഹാരാജാവേ. ആരാണ്? അങ്ങ് തെക്കൊരു നാടുണ്ട്. കേരളമല്ലേ? അതെ, അവിടുത്തെ ഭരണാധികാരി ആളും മിടുക്കന. കനലരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ സൂര്യൻ. കടമകളെ കരളു മുടിപ്പിൻ തുടികൊട്ടിയുണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ട്, കടിവുള്ളൊരു കരളതുമുണ്ട്, മഴലകലൻ കരളു കൊടുത്തേ മെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പലകൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം. നാട്ടുകാരും നല്ല ഉശിരന്മാരാ, ബുദ്ധിമാന്മാരും. അടുത്തുള്ള തമിഴകവും അവരോടൊപ്പം കൂടിയിരിക്കുക. അവരാണ് നമുക്കൊരു ഭീഷണി. എന്താണ് ഭീഷണി? നമ്മൾ അധികാരത്തിലെത്തിയത് എങ്ങനെയെന്ന് മന്ത്രിക്ക് അറിയില്ലേ? ഹിന്ദുക്കൾക്കെല്ലാം സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തല്ലേ നമ്മൾ അധികാരത്തിലെത്തിയത്. പക്ഷെ അത് നരകമായി തീരുന്നു എന്നൊരു സംശയം. പട്ടാളത്തിന്റെ പേര് പറഞ്ഞാണല്ലോ നമ്മൾ അധികാരം പിടിച്ചത്. എന്നിട്ട് പട്ടാളത്തിലെ ജോലി പോലും ഒന്നും ഇല്ലാതാക്കിയില്ലേ? ഇല്ലാതാക്കിയതല്ലോ, അത് 4 വർഷത്തെ കരാർ പണിയാക്കിയതല്ലേ കരാർ പട്ടാളക്കാരൻ. എന്നാലും ഒരു ആശങ്ക. എടോ മന്ത്രി കുന്നാണ്ട, 15 ലക്ഷം രൂപ വീതം ഓരോ കുടുംബത്തിന്റെയും അക്കൗണ്ടിലിട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്ത് രാജാവായത് പരാജയപ്പെടാനാണോ? അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് പരാജയമല്ലേ? എടോ, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനാണോ നാം ഈ കസേരയിലിരിക്കുന്നത്? ശത്രുവായിത്തീരുന്ന കേരളത്തെ സാമ്പത്തികമായി ഞാൻ ഞെക്കി അങ്ങ് പിഴിയും. ഒരാനുകൂല്യവും അനുവദിക്കാതെ അവരെ ഞാൻ വിയർപ്പിക്കും. അതിന് കോൺഗ്രസും മാപ്പത്രങ്ങളും നമ്മുടെ ഒപ്പമാണ്. അങ്ങ് ചെന്നേക്ക്. കേന്ദ്രത്തിന്റെ അവഗണനയെ തരണം ചെയ്ത് വികസനത്തിലേക്ക് കുതിക്കുകയാണ് ആ മലയാള നാട്. ഈ രാജ്യത്തെ കാവി പുതപ്പിക്കുകയാണല്ലോ നമ്മുടെ അജണ്ട. രാജ്യത്തിന്റെ പേര് പോലും നാം മാറ്റിയെഴുതും. നമ്മുടേതല്ലാത്ത സ്മാരകങ്ങൾ പോലും മാറ്റിമറിക്കും. എന്തിന്? കുട്ടികളുടെ പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾ ഹിന്ദുമയമാക്കും. അതുകൊണ്ടാണോ
എല്ലാ മതങ്ങളോടും സൗഹൃദം സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിമാരെയും അവരുടെ സ്മാരകങ്ങളെയും പാഠഭാഗങ്ങളിൽ നിന്നും ഒഴിവാക്കിയത്? ബദരി, അവിടെയാണ് എന്റെ ബുദ്ധി പ്രവർത്തിച്ചത്. ആ ചരിത്രം പഠിക്കേണ്ടി വരുമ്പോൾ പുതിയ തലമുറ നമുക്കെതിരെ എന്നൊരു ആശങ്കയുണ്ട്. നഷ്ടപ്പെടുമോ? ജനങ്ങൾക്ക് ബോധം വെച്ചു തുടങ്ങി അതെന്തെങ്കിലും ചെയ്താലോ? ഒരു പൂജ നടത്തിയാലോ? സ്വാമി രാഹുദോഷമുണ്ടാണ് പൂജാരിമാർ അറിയിച്ചത്. എന്താ നമ്മുടെ കൊട്ടാരം സർപ്പപ്പാട്ടുകാരനെ കൊണ്ടൊന്ന് പാടിച്ച പോലെ? എങ്കിൽ വിളിക്കവരെ. കൊട്ടാരം സർപ്പം പാട്ടുകാർ വരട്ടെ. എന്താണ് എന്താണ് ശരി, പാടി തൊലയ്ക്ക്. വടക്കു നിന്നും വന്ന തമ്പ്രാക്കളെ മേലോട്ടെടുക്കേണ്ട നേരമായി. തെക്കുന്നു വന്ന തമ്പ്രാക്കളെ തെക്കോട്ടെടുക്കേണ്ട കാലമാ. ഭൂമി കുലുങ്ങി മറിഞ്ഞാലും ചോദി തമ്പ്രാൻ നിന്നു കുലുങ്ങില്ല. രാജ്യം കെട്ട് മുടിച്ചാലും ചോദി തമ്പ്രാൻ നിന്നു ജനിക്കില്ല. രാജ്യം വിറ്റു തുറച്ചാലും ചോദി തമ്പ്രാൻ നിന്നു തരയില്ല. രാജ്യം ഞെട്ടി വിറച്ചാലും ചോദി തമ്പ്രാൻ നിന്നു നടുങ്ങൂല. രാജ്യം പട്ടിണിയായാലും വീലക്കേറ്റം കൊണ്ടു മുടിഞ്ഞാലും ചോദ്യം ചെയ്യും ജനത്തിന്റെ ജീവിതം. ആദ്യം തീർത്തു നിരപ്പാക്കും. ഇന്നത്തെ രാജ്യം വളരണം. പാദച്ചങ്ങല കൊണ്ടു തളയ്ക്കണം. അമ്പാരിയും അദാനിയുമൊത്ത് ആടുവാമേ ഉണർന്നേടുവാമേ. ആടുവാമേ ഉണർന്നേടുവാമേ. ഗംഭീരം, സബാഷ്. നമ്മെ ഇത്രയും നേരം ആനന്ദ സാഗരത്തിൽ ആറാടിച്ച ഇവർക്ക് വയറ് നിറച്ച് പുട്ടും കടലക്കറിയും കൊടുക്കുക. നിങ്ങളെ വടക്കേപ്പത്തോട്ട് എല്ലാം അവിടെ കിട്ടും. മഹാരാജാവേ, കേരളത്തിൽ നിന്നും നമ്മുടെ രാജ്യസഭയിലെത്തിയ 18 ഭരണധാരികൾ അങ്ങയെ മുഖം കാണിക്കാൻ നിൽക്കുന്നു. മൗനി ബാബമാരല്ലേ? ആണോ? അതാ കണ്ടിട്ട് മന്ദബുദ്ധിയുടെ ലക്ഷണം. വിളിക്കട്ടെ? വിളിച്ചോളൂ. കടന്നു വന്നത് അയ്യോ, കടന്നു വരാൻ പറഞ്ഞപ്പോ അവരെങ്ങ് കിടന്നു. അതവരുടെ ബഹുമാനം കൊണ്ട് കിടന്നുപോയതാകും. എഴുന്നേറ്റ് വരാൻ പറയൂ. എഴുന്നേറ്റ് വരൂ. മഹാരാജാവ്, അവര് മണിച്ചു നിൽക്കുന്നു. അവർക്കെന്നെ കാണുമ്പോ പുതുമണവാളനെ കാണുന്ന നാണവും സിംഹത്തെ കാണുന്ന പേടിയുമാണ്. മന്ത്രി, വരും കാലത്ത് അവരെ നമുക്ക് ആവശ്യമുണ്ട്. വിളിക്കവരെ. വരുന്നടാ. ചോദ്യരാജാവേ, അവര് തമ്മിലടിയാ. 18 പേരും 18 ഗ്രൂപ്പിലാ. അവരെ 3 പേരെ മാത്രം സെലക്ട് ചെയ്തുവിടും മന്ത്രി. കൂട്ടത്തിൽ
പച്ചൻ തൊപ്പിക്കാരനുമുണ്ട്, അയാളെ കൂടെ വിളിക്കട്ടെ. മതി, 3 പേര് മതി. ചോതി രാജാവിന് 3നോടാണ് താല്പര്യമെന്ന്. കയറി വന്നാട്ടെ. വലതുകാല് കുത്തിയാണോ കടന്നു വന്നത്? വലത് കുത്തിയാണോ വന്നത്? ഇതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലേ. എഴുന്നേൽക്കൂ, ഭയക്കണ്ട, നാണിക്കണ്ട. പറയൂ, എന്താണ് നിങ്ങളുടെ അലവലാതി? അലവലാതി അല്ല രാജാവേ, ആവലാതി. ഇവരെ കണ്ടപ്പോ തോന്നിപ്പോയതാണ്. നാം കേരളത്തോട് കാട്ടുന്ന അവഗണനയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? ഉണ്ടോ? തനിക്കുണ്ടോ? ഇല്ലേ? തനിക്കുണ്ടോ? ഇല്ലേ? തനിക്കോ? എനിക്കൊട്ടുമില്ല. എങ്കിൽ പിന്നെന്തിനാണ് വന്നത്? എന്തിനാ വന്നത്? എന്തിനാ വന്നത്? എന്തിനാ വന്നത്? ഞാനും അത് ആലോചിക്കുന്നു. നീ പറയടാ, നീ പറയടാ. ചോദ്യരാജാവേ, ഞങ്ങൾക്ക് ചില സങ്കടങ്ങൾ ഉണർത്തിക്കാനുണ്ടേ. പറയണം. കേരളം തുടർച്ചയായി ഒരു സഖാവാണേ ഭരിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമകാര്യത്തിലുള്ള ഭരണമായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു പാറയാണേ. അല്ല, അവരെ ഒന്ന് താഴെ ഇറക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി. ചെയ്യുന്ന പുരോഗമന പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ തടയിട്ട് നോക്കി. വികസനം മുടക്കികളെന്നുള്ള പേരല്ലാതെ ഞങ്ങൾക്കൊരു പ്രയോജനവും കിട്ടിയില്ലേ. അതുകൊണ്ട് അവരെ ഒന്ന് താഴെ ഇറക്കാൻ എന്തെങ്കിലും ചെയ്തു തരണേ. ഞങ്ങളുടെ നിലനിൽക്കുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾ എത്ര പേരുണ്ട്? പണ്ട് ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് പലരും മറ്റു പാർട്ടികളിലേക്ക് ചാടിപ്പോയി. ഇപ്പൊ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. പക്ഷെ അവർ തമ്മിൽ അടിയുമാണ്. പേടിക്കണ്ട, അവിടെ നിന്ന് നിരപ്പാക്കാൻ ഗവർണറെയും ED ദാസനെയും അയച്ചിട്ടുണ്ട്. പോരെ? എങ്കിൽ പോകാം. പ്രത്യുപകരമായി ഞങ്ങൾ അങ്ങേ സ്തുതിച്ചൊന്ന് പാടിക്കണ്ടേ? പാടിക്കോ. എന്നെ സ്തുതിക്കുന്നത് എനിക്കേറെ ഇഷ്ടമാണ്. പാടിക്കോ. എന്തതിശയമേ രാജന്റെ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലെന്നും സ്വന്തമായി വാഴ്ത്ത ബന്ധമൊരുക്കണമേ. എന്തതിശയമേ രാജന്റെ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലെന്നും സ്വന്തമായി വാഴ്ത്ത ബന്ധമൊരുക്കണമേ. ചോതി മഹാരാജൻ, ചോതി മഹാരാജൻ, ചോതി മഹാരാജനിക്ക് ജയ് ജയ് ജയ്. ചോതി മഹാരാജൻ, ചോതി മഹാരാജൻ, ചോതി മഹാരാജനിക്ക് ജയ് ജയ് ജയ്. സഭാഷ് പാട്ടിഷ്ടപ്പെട്ടു, വരികൾ കൊള്ളാം. പക്ഷേ ഈണം നസ്രാണിയുടേതായി പോയി. ഇനി വരുമ്പോ അതൊരു ശ്ലോകമാക്കി കൊണ്ടുവന്നാ മതി. മനസ്സിലായല്ലോ? എന്ത് നാടകമാണ് നിങ്ങൾ കാണിക്കുന്നത്? രാജ്യം വെറുക്കുന്നവരെ പൂജിക്കുന്ന നാടകം ഇവിടെ കളിക്കണ്ട. ഇതേ കേരളമാണ്. ഇവിടെ ഞങ്ങളൊരു നാടകം കളിക്കാം. പ്രിയ പ്രേക്ഷകരെ, കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് നോക്കൂ. കേരളത്തിന്റെ നേർചിത്രം. ചുവന്ന കൊടി പാറി നാടൊരു ചുവന്ന കടലായി, കിഴക്ക് സൂര്യൻ ഉദിച്ചുയർന്നു ചുവന്ന നിറമായി. ചുവന്ന കൊടി പാറി നാടൊരു ചുവന്ന കടലായി, കിഴക്ക് സൂര്യൻ ഉദിച്ചുയർന്നു ചുവന്ന നിറമായി. അറിയാം ജനതക്കാരുടെ കയ്യിൽ നാടെത്തിക്കണമെന്ന്, അവരെ നാടിൻ ഹൃദയത്തുടിപ്പ് കണ്ടു വളർന്നവരല്ലോ. അറിയാം ജനതക്കാരുടെ കയ്യിൽ നാടെത്തിക്കണമെന്ന്, അവരെ നാടിൻ ഹൃദയത്തുടിപ്പ് കണ്ടു വളർന്നവരല്ലോ. ഒരു മെയ് മാസം പൂമരമായി കേരള നാട് ചുവപ്പ് പടരുകയല്ലോ, ചുവപ്പ് പടരുകയല്ലോ. മെയ് മാസം പൂമരമായി കേരള നാട് ചുവപ്പ് പടരുകയല്ലോ, ചുവപ്പ് പടരുകയല്ലോ. ചുവന്ന കൊടി മാറി നാടൊരു ചുവന്ന കടലായി, കിഴക്ക് സൂര്യൻ ഉദിച്ചുയർന്നു ചുവന്ന നിറമായി.
ആ ഇന്നെന്താ ടീച്ചർ പതിവില്ലാതെ നേരത്തെ? അത് കൊള്ളാം. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്നല്ലേ? അതൊക്കെ മറന്നോ? ശരിയാണല്ലോ, ക്ഷമിക്കത്ത് കിട്ടിയിരുന്നു. നമ്മളതങ്ങ് മറന്നു. 3 വീടിന്റെ താക്കോൽദാന ചടങ്ങും ഇന്നാ. കിടക്കാറമില്ലാതെ പോയ വർഗീസിനും ബീരാൻകുട്ടിക്കും രാമേന്ദ്രനും പുതിയ വീട്ടിൽ കിടന്നുറങ്ങാമല്ലോ. ആ പിന്നെ ഞാൻ വന്നത് കുറച്ച് ചായയും പലഹാരവും വേണ്ടി വരും. അതിനെന്താ ടീച്ചറെ, ചായന്റെ എണ്ണവും എത്തിക്കേണ്ട സമയവും പറഞ്ഞാൽ മതി. നമ്മളും പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഈ അബൂബക്കർ പഠിച്ചിരുന്ന സ്കൂളാണേ അന്ന് ഒരു ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ അത് ഓടായി. ഇപ്പോ നമ്മുടെ പിണറായി സർക്കാർ വന്നപ്പോ നല്ല 1-ാം തരം ക്ലാസ് മുറികൾ, ടൈലിട്ട മുറ്റം, പൂന്തോട്ടം. സത്യത്തില് ഇന്ന് സുബർക്കമല്ലേ ആ സ്കൂളിൽ? നവകേരള സദസ്സിന് മന്ത്രിമാര് വന്നപ്പോഴുള്ള ജനലക്ഷങ്ങൾ എന്തായിരുന്നു? സാധാരണക്കാരുടെ പരാതികളെല്ലാം പരിഹരിക്കുന്നതിന്റെ തെളിവല്ലേ ബീരാനും വർഗീസിനും രാമചന്ദ്രനും കയറിക്കിടക്കാൻ ഒരിടം കിട്ടിയത്. ശരിയാ, നമ്മുടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നാ അതിനേ സമയമുള്ളൂ. ആ ഇനി നമുക്ക് അനുഭവങ്ങളുടെ കെട്ടഴിക്കാൻ തുടങ്ങും. കേട്ട് നിൽക്കാനേ എനിക്ക് സമയമില്ല. ചായയുടെ എണ്ണവും സമയവും ഞാൻ അറിയിക്കാം. വരട്ടെ? ആയിക്കോട്ടെ ടീച്ചറെ. അതേല്ലോ ഒരു ചായ. ആ ഇന്ന് നീ എങ്ങോട്ടാണ് സജീവ? മുക്കിന് കർഷക സംഘത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ മലയോരത്തെ റബ്ബർ കർഷകരുടെ കഷ്ടകാലം എന്ന് തീരുമാനം സജീവ. കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ട ആസിയൻ കരാർ മൻമോഹൻ സിംഗ് പാസാക്കിയപ്പോൾ കൈ പൊക്കിയത് സാന്റോ ആന്റണിയല്ലേ? അതോടെ റബ്ബർ കർഷകരുടെ നട്ടലൊടിയില്ലേ? ആസിയാൻ കരാർ നമ്മളെ തകർത്തപ്പോൾ മനോരമയ്ക്കും അവരുടെ ടയർ കമ്പനിക്കും ഗുണം ചെയ്തു. അന്ന് ആ കരാറിനെതിരെ സമരം ചെയ്തത് ഇടതുപക്ഷമായിരുന്നു. ആ സമരത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. അബോധൻ എന്താ ആലോചിച്ചു നിൽക്കുന്നത്? ചിറക്കരയിൽ താമസിക്കുന്ന കണാരനും കുടുംബത്തിനും സർക്കാർ പട്ടയം അനുവദിച്ചിട്ടുണ്ട്. അവിടെ വരെ ഒന്ന് ചെല്ലണം. അതെ സാധിച്ച നവകേരള സദസ്സില് അയാൾ നിവേദനം കൊടുക്കാൻ പോയപ്പോഴേ നമ്മൾ തീരുമാനിച്ചതാ. പട്ടയം മാത്രമോ, എത്ര ലക്ഷം ആൾക്കാർക്കാ ലൈഫിന് വീട് നൽകിയത്? റോഡും ആശുപത്രിയും പള്ളിക്കടവും ഒക്കെ കിഫ്ബി ഫണ്ട് വെച്ചല്ലേ പറഞ്ഞത്. കരണ്ടില്ലാത്ത കക്കൂസില്ലാത്ത ഒരു വീടുണ്ടോ അബൂക്കാം കേരളത്തില്? ചാണ്ടി ഭരിച്ചപ്പോൾ 18 മാസമാ പെൻഷൻ തരാതിരുന്നത്. എന്റെ റബ്ബേ, എന്നിട്ടാണോ സന്ധ്യയ്ക്ക് ഏമാടെ ചാനൽ കോടതി പിണറായിയെ നിർത്താതെ തെരുവിളിക്കുന്നത്? വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരല്ലേ ഇവിടെയുള്ളത്? 1ാം പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ട് ഒരു തുടർഭരണം വേണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അസാധ്യമായതെല്ലാം സാധ്യമാണെന്ന് തെളിയിച്ചില്ലേ പിണറായി സർക്കാർ? കേന്ദ്ര അവഗണനയെ നേരിട്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച് വികസനത്തിന്റെ പടികൾ അങ്ങനെ കയറട്ടെ. ഒരു ചായ ഈ മാത്രമേ ഉള്ളൂ. ഇതാര് വായിക്കും? നേരറിയേണ്ടവർ വായിക്കും. ഇതേ ദേശാഭിമാനിയാ. നിനക്കൊക്കെ പറ്റിയത് നുണകൾ പെരുക്കി കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന മനോരമ പോലുള്ള പത്രങ്ങളാ. പത്രങ്ങൾ മാത്രമല്ലെന്ന ദേശീയ നൈറ്റ് പോലുള്ള ചാനലുകളുമാണ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. സഹദേവ, താൻ ഈ പത്രം ഒന്ന് നോക്കിയേ. എനിക്ക് വേണ്ട. എനിക്കാണ് ഈ ചെങ്കൊടിയുടെ പടം കാണുന്നതല്ലേ ജയിക്കുകയാണ്. താൻ കൊടിയുടെ നിറമൊന്നും നോക്കണ്ട. ഇതാ നോക്കിയേ, 2ാം പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാൻ ചിലവഴിച്ചത് 23,500 കോടി രൂപയാണ്. അതിലൊരു പങ്ക് നിന്റെ അമ്മയുടെ കയ്യിലും പെൻഷനായി കിട്ടിയില്ലേ? ഇതൊന്നും പറഞ്ഞാല് ഇവന്റെ തലയോട്ട് കയറുകയല്ല. കോവിഡ് കാലത്ത് പോലും ശമ്പള പരിഷ്കരണം നടത്തിയ സർക്കാരിന് എന്തു ചെയ്യാനാണ് കഴിയാത്തത്? വികസനത്തിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പത്രം തുറന്നു വായിക്കണം. ഇത് തുറന്നു പോലും നോക്കണമെന്ന ഞങ്ങളുടെ ശാഖയെ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, രാജ്യത്ത് 175 നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ചപ്പോൾ കേരളത്തിന് ലഭിച്ചത് വട്ടപൂജ്യം. കേരളത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ യുപിക്ക് വായ്പകൾ കൊടുക്കുന്നു. നീ വായിക്കീ പത്രം. ഇല്ലില്ല, ഞാൻ വായിക്കത്തില്ല. എന്താ വായിക്കാത്തെ? അതിലെനിക്ക് എഴുത്തും വായനയും അറിയണ്ടേ? ഇവനെ കണ്ടപ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ആവിരാമോടും കൂട്ടരും നവകേരള സദസ്സിൽ അവതരിപ്പിച്ച ഒപ്പനയാ.
ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരളല്ലേ കണ്ടിങ്കനിയെ കളിക്കണ്ട കനിയല്ലേ. വിദ്യാഭ്യാസവുമില്ലാത്ത പാവങ്ങൾക്ക് പണം വാരിയെറിഞ്ഞ് മോഹിപ്പിച്ചെടുത്തു നേടിയ അധികാരികൾ ഉത്തരേന്ത്യ കൈപ്പിടിയിലാക്കുമ്പോൾ ഈ കൊച്ചു കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയുണ്ട്. സൽഭരണം കാഴ്ചവെക്കുന്ന ഭരണാധികാരികൾക്കെതിരെ അസൂയ പൂണ്ട് പിന്തിരിപ്പൻ ശക്തികൾ വർഗീയ കോമരങ്ങളെ ഇളക്കിവിട്ട് കേരളത്തിന്റെ സ്വസ്ഥത തകർക്കാൻ ശ്രമിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പാവം ജനതയ്ക്ക് എന്തു പറയാൻ കഴിയുമെന്ന് ചിന്തിക്കാം. കേരളത്തെ തകർക്കുന്ന കേന്ദ്രത്തെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ കഴിഞ്ഞ തവണ രാഹുൽ മുൻ പ്രധാനമന്ത്രിയാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിട്ട 18 പാഴികൾക്ക് പകരം മലയാളികളുടെ അന്തസ് ഉയർത്തുവാനും കണക്ക് പറഞ്ഞ് വാങ്ങുവാനും കേൾക്കുന്ന ഇടതുപക്ഷ കരുത്തർക്ക് വിജയത്തിനകം ചാർത്താം. പോരാളികളെ പോറ്റി വളർത്തിയ കേരളമെന്റെ മണ്ണാണ്. പോരാളികളെ പോറ്റി വളർത്തിയ കേരളമെന്റെ മണ്ണാണ്. പോരാട്ടത്തിൽ ഈ കടലിൽ പറവി പിടിക്കാൻ മനസ്സാണ്. പോരാട്ടത്തിൽ ഈ കടലിൽ പറവി പിടിക്കാൻ മനസ്സാണ്.
ബഹുമാന്യരെ, ഈ വരുന്ന ഏപ്രിൽ 26 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള പത്തനംതിട്ട ജനകീയ കലാസമിതി അവതരിപ്പിച്ച ആശയ പ്രചാരണ നാടകമാണ് ഇന്നിപ്പോൾ നിങ്ങളിവിടെ വീക്ഷിച്ചത്. ഈ നാടകത്തിൽ പങ്കെടുത്തവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അടൂർ രാജേന്ദ്രൻ, ഡൈനി ജോർജ്, സുഭാഷ് വാസുദേവ, അടൂർ, ബെഞ്ചമിൻ അടൂർ, മോഹനൻ പട്ടാരി, സന്ധ്യ അടൂർ, സുധാ സുരേന്ദ്രൻ അടൂർ, ടീം മാനേജർ നിവിൻ അടൂർ, സൗണ്ട് സിസ്റ്റം സജി, സാരഥി അനീഷ്. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനും കേരളത്തിന്റെ 2 പ്രാവശ്യം ധനമന്ത്രിയുമായി കേരളത്തിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഡോക്ടർ തോമസ് ഐസക്കിന് അഴിവാൻ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാം പങ്കാളികളാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സഹകരണത്തിന് ജനകീയ കലാസമിതിയുടെ പേരിലുള്ള നിസ്സീമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.